ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും തൃത്വനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഓരോ തവണ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ശക്തീകരിക്കുവാനും കാലാകാലങ്ങളിൽ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ജീവിച്ച പൂർവികരുടെ ജീവിതചര്യകളും അവരുടെ പ്രാർത്ഥനാനുഭവങ്ങളും ഉൾക്കൊള്ളുവാനും ഉള്ള സാഹചര്യം നമുക്ക് ഉളവാകുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ 5-ാം സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ് ധ്യാനത്തിനും പഠനത്തിനും വിധേയമാക്കുന്നത്. സങ്കീർത്തന മാധുരി. 5-ാം സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങൾ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കും. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തേണമേ. എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിലൊട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാം സന്തോഷിക്കും. നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീതിമാനെ നീ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിൽ ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു തലം വരച്ച് കാണിക്കുകയാണ്. അതിൻ്റെ മുൻപുള്ള 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ ഭക്തൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ശ്രേഷ്ഠമായിരുന്നല്ലോ, നമ്മൾ പങ്കുവച്ചു. ദുഷ്ടതയും ദ്രോഹവും അഹങ്കാരവും വ്യാജവും പ്രവർത്തിക്കുന്നവരും രക്തദാഹികളും വഞ്ചകരും ഒക്കെ ദൈവത്തിന് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ദാവീദ് രാജാവ് പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. രക്തദാഹികളും വഞ്ചകന്മാരും അഹങ്കാരികളും നീതികേട് പ്രവർത്തിക്കുന്നവരുമൊക്കെ വിളയാടുന്ന ലോകത്ത് അവരുടെ അഹങ്കാരത്തെയോ നീതികേട് ചെയ്യുന്നവരുടെ നീതികേടോ വ്യാജം പറയുന്നവരുടെ വ്യാജമോ രക്തദാഹികളുടെയും വഞ്ചകരുടെയും പാപത്തിൻ്റെ ആധിക്യമോ ഓർത്ത് നിരാശപ്പെടുവാനും അതിനെ കുറിച്ചു വയ്ക്കുവാനും അത് നല്ലതാണ്, അവർക്കൊരു കുഴപ്പവുമില്ല, ഞാനും അങ്ങനെ പോകാമെന്ന് ചിന്തിക്കാനോ ഒന്നും ഭക്തന് സമയം കിട്ടുന്നില്ല. ഒരു നിർമ്മലനായ മനുഷ്യന് സമയം കിട്ടുന്നില്ല. അവൻ പറയുന്നത്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ തിരിഞ്ഞ് നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കും. അതൊരു വലിയ സാക്ഷ്യമാണ്. ലോകം വെറുത്തോട്ട്, എതിരാളികൾ വർദ്ധിക്കട്ടെ, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകട്ടെ, എങ്കിലും ഞാൻ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ ആലയത്തിലേക്ക് ചെല്ലും, വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനകളൊക്കെ ആരാധനാലയങ്ങളുമായിട്ടൂടെ ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ വിശുദ്ധ ആലയത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ആലയത്തിലുള്ള ആരാധന ജീവിതത്തിൻ്റെ ലക്ഷ്യമായി സമർപ്പണമായി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ആലയത്തിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം, ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വലിയ പ്രേരണ അത് നമ്മളെ നിർബന്ധിക്കുകയാണ്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള ഒരു അറിവ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥിക്കാൻ പല സ്ഥാനങ്ങളുണ്ട്. വീടുണ്ട്, കൂടുണ്ട്, യാത്രയിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു യഹൂദൻ ആദ്യ കാലഘട്ടത്തിൽ അവൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം, അവൻ്റെ സിനഗോഗുകളിൽ പ്രാർത്ഥിക്കണം. അതൊരു പ്രാർത്ഥനയുടെ മന്ത്രണമാണ്.
ഇന്നത്തെ കാലത്ത് പള്ളിയും വേണ്ട, സഭയും വേണ്ട, ആരാധനയും വേണ്ട, ഞാൻ ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചോളാം എന്ന് ചിന്തിക്കുന്ന ലോകത്ത് അതിനപ്പുറമായി ചില വഴിത്താരുകൾ തുറന്നിടുകയാണ്. ദൈവത്തിൻ്റെ കൃപ, എൻ്റെ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ഇവയൊക്കെ പ്രകടിപ്പിക്കുവാനും സമർപ്പിക്കുവാനും സാക്ഷിക്കുവാനും സഹോദരമധ്യേ ഉയർത്തിക്കാണിക്കുവാനും ദൈവത്തിൻ്റെ ആലയത്തിലുള്ള സാന്നിധ്യം ആവശ്യമാണ്. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ആലയത്തിൽ പോകുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ന് ആരാധനാലയങ്ങൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. പല ആരാധനാലയങ്ങളും ഇന്ന് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, വ്യവസായ സംബന്ധിയായും മറ്റും കൊടുത്തു കഴിഞ്ഞു, ഇതര മതസ്ഥർക്ക് കൊടുത്തു കഴിഞ്ഞു. ആ പ്രദേശത്തുള്ളവർ നമ്മുടെ നാട്ടിൽ നിന്ന് കുടിയേറി പാർക്കുന്ന പലർക്കും അവരുടെ ആരാധനാലയങ്ങൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ ആരാധിക്കുവാൻ തക്കവണ്ണം, പിതാക്കന്മാർ ആരാധിച്ച സ്ഥാനത്ത് ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആരാധനാലയത്തിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല സാഹചര്യങ്ങളിൽ പള്ളികളിൽ പോയിട്ടുണ്ട്, നമ്മളൊക്കെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. പള്ളികൾ എത്ര പുതുക്കിപ്പണിഞ്ഞാലും നമ്മുടെ പൂർവികന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അംശങ്ങൾ, കണ്ണുനീർത്തുള്ളികൾ ദേവാലയങ്ങളിൽ വീണ് കിടപ്പുണ്ട്. അത് അഗ്നിസ്ഫുലിംഗങ്ങളായി അവിടെ കിടക്കുകയാണ്. നമ്മളൊക്കെ അതിൽ സ്പർശിച്ചാണ് കിടക്കുന്നത്. ക്രൈസ്തവ സഭകളുടെയൊക്കെ ഒരു പ്രത്യേകത, ആരാധനാലയങ്ങളോട് ചേർന്ന് ശവക്കല്ലറകളും കാണും. പൂർവികന്മാരുടെ പ്രാർത്ഥനയുടെ തുടർച്ച ഇപ്പോഴുമുണ്ട്. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്നുള്ള ആ ഒരു വലിയ ആഹ്വാനം, നീതിമാന്മാരുടെ കൂടാരമായ ആലയം, നീതിമാന്മാരുടെ കൂടാരമായി നമ്മുടെ ഭവനം മാറുവാനുള്ള പ്രേരണകൾ, നീതിമാന്മാരുടെ കൂടാരമായി നാം മാറുവാനുള്ള പ്രേരണ, ഇതെല്ലാം അതിൻ്റെ അകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ആ വാചകം നാം ശ്രദ്ധിക്കണം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കും. യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ഭക്തിയോടെ ആരാധിക്കാൻ സാധിക്കുന്നത് എത്ര ശ്രേഷ്ഠതയാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദേവാലയങ്ങളെയും സഭകളെയും എതിർക്കുന്ന അനേകരുണ്ടെങ്കിലും ചില പള്ളികളിലും സ്ഥാനങ്ങളിലും ചെന്നാൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നൊരു സമൂഹത്തെ കാണാൻ സാധിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനയോടൊപ്പം ആ പ്രാർത്ഥനയും ആവശ്യമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകേണ്ടതും ആവശ്യമാണ്. നമ്മളെക്കാൾ ബുദ്ധിയും ശക്തിയും അറിവുമുള്ള നമ്മുടെ പൂർവികന്മാർ വിശുദ്ധന്മാരുടെ കബറിടങ്ങളിൽ പോയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്ന ഒരു പ്രത്യേകത അതാ, നിന്റെ ആലയത്തിന് നേരെ ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കും. ആ വിശുദ്ധ മന്ദിരം കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. കിഴക്കോട്ട് ദർശനമുള്ള ആ വലിയ ആൾത്താരിയാണ് അവിടെ ഉണ്ടായിരുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ വിശുദ്ധ മന്ദിരത്തിൻ്റെ സ്ഥാനം കിഴക്കാണ്. ആ കിഴക്കോട്ട് തിരിഞ്ഞ്, ചിലർക്ക് തോന്നി എവിടെ തിരിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, ദൈവം കിഴക്കുമുണ്ട്, പടിഞ്ഞാറുമുണ്ട്, തെക്കുമുണ്ട്, വടക്കുമുണ്ട്, പിന്നെ എന്തിനാണ് കിഴക്കോട്ട് തിരിയുന്നത്? സങ്കീർത്തനക്കാരൻ്റെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ആലയത്തിലേക്ക് ചെന്ന് ഏതെങ്കിലും സ്ഥാനത്തോട് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, വിശുദ്ധ മന്ദിരത്തിന് നേരെ തിരിഞ്ഞ് നിന്നോടുള്ള ഭക്തിയിൽ ആരാധിക്കണം. അപ്പോൾ ആ വിശുദ്ധ മന്ദിരം പ്രധാന സ്ഥാനം അത് കിഴക്ക് വശത്ത് തന്നെ ആയിരുന്നു, കിഴക്കോട്ട് ദർശനമായിട്ടാണ്. ഇനി സംശയമുള്ളവർ യെഹെസ്കേൽ പ്രവാചകൻ 45 തൊട്ടുള്ള അധ്യായങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ അതിൻ്റെ പൂർണ്ണത മനസ്സിലാവും. അവിടേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ പൂർണ്ണത ചിലതുണ്ട്. നമ്മൾ കാലാകാലങ്ങളിൽ വളർത്തിയെടുക്കുന്നത് മാത്രമല്ല വിശ്വാസം, അതങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നുള്ളതല്ല. നമ്മളെക്കാൾ പ്രാർത്ഥിച്ചവരും നമ്മളെക്കാൾ വിശുദ്ധിയിൽ ജീവിച്ചവരും നമ്മളെക്കാൾ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവരും ദൈവം അറിഞ്ഞവരുമായ പിതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ അയ്യോ അവർക്കന്ന് അറിയത്തില്ല, ഇന്ന് ഞങ്ങൾ എന്തൊക്കെയോ കണ്ടെത്തിയെന്ന് പറഞ്ഞ് നടക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അത് ദൈവാത്മാവിനാലല്ല. നീ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് ചെല്ലണം, ആലയത്തിൽ ചെല്ലണം. ആലയത്തിൽ ചെല്ലാൻ മനസ്സില്ലാത്തവരാണ് പറയുന്നത് ആലയത്തിൽ പോകണ്ട എന്ന് പറയുന്നത്. അതിനു പകരം മറ്റോരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടും. അവിടെയും അതിൻ്റെ പൂർണ്ണത കിട്ടത്തില്ല. പ്രിയമുള്ളവരെ, ആ ഭാഗത്തിന് സമയ ചുരുക്കം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ മന്ദിരത്തിന് നേരെ തിരിഞ്ഞ് ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ, എന്തൊരു പുകഴ്ചയാണെന്നറിയാമോ. എൻ്റെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അവൻ്റെ പ്രത്യക്ഷമായ സാന്നിധ്യമുണ്ട്. അതിൻ്റെ ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് പോകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ മന്ദിരത്തിന് നേരെ തിരിയുക എന്ന് പറയുമ്പോൾ സ്വർഗീയ ആലയത്തിലേക്ക് തിരിയുക. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നുള്ള പ്രാർത്ഥന പോലെ
ദൈവത്തിൻ്റെ ആ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ പോകും. അപ്പം ഭൗതികമായ ദൈവാലയങ്ങൾ വേണം, അതിലൂടെ ആന്തരികമായ ശക്തിയുള്ള ദിവ്യാലയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ നമ്മൾ ഉയർത്തുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് തിരിയുമ്പോൾ നിരാശയില്ല പ്രിയമുള്ളവരെ, ദുഃഖമില്ല. ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്ന നമ്മളൊക്കെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസം വന്നാലും ആരെങ്കിലും നിന്ദിക്കുന്നത് കണ്ടാലും തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് വളരെ ഭാരപ്പെട്ട ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ ഭാരത്തിലാണേ, ഒരു വലിയ പ്രശ്നത്തിലാണേ. നീ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച്, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് പ്രാർത്ഥിക്കണം. അല്ലയോ പ്രശ്നങ്ങളെ, എനിക്ക് വലിയ ദൈവമുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ കണ്ട ദർശനത്തിൽ കണ്ടതുപോലെ വിശുദ്ധാന്തർ മന്ദിരത്തിൽ നിന്ന് ബലിവേദിയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ഒരു വലിയ നീരുറവ, അത് കാണെ വലിയ നദിയായി മാറുന്നു. അതിൻ്റെ ഇരു സൈഡിലും വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്, ഓരോ മാസവും ഓരോ ഫലം കായ്ക്കുന്ന മരങ്ങൾ. ആയതുപോലെ നമ്മുടെ ആലയങ്ങൾ, നമ്മുടെ ബലിവേദികൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ പൊട്ടിയൊഴുകുന്ന അനുഭവങ്ങളായി മാറ്റപ്പെടണം. ഇന്ന് നമ്മുടെ ആലയങ്ങളെയൊക്കെ നമ്മളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? എല്ലാം ഇന്ന് ആലങ്കാരികതകൾ കൂടുന്നുണ്ട്, അലങ്കാരങ്ങൾ കൂടുന്നുണ്ട്, ആഡംബരങ്ങൾ കൂടുന്നുണ്ട്. പക്ഷേ ജീവൻ്റെ നീരുറവ പൊട്ടിയൊഴുക്കുന്ന പ്രാർത്ഥനകൾ ഉയർത്തുന്നുണ്ടോ എന്നുള്ളതാണ്, കണ്ണുനീരനുഭവങ്ങൾ ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത. ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് നോക്കി ആരാധിക്കുവാൻ തക്കവണ്ണം എത്ര വിശ്വാസികൾ ഇന്ന് തയ്യാറാകുന്നു, സാന്നിധ്യം എത്രമാത്രമുണ്ട്. വിശുദ്ധ ആരാധനകൾ നടന്ന സ്ഥാനങ്ങൾ കൊള്ളരുതാത്ത കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നില്ലേ? അതെ, നമുക്കൊരു വലിയ ഭയമുണ്ടിപ്പോൾ, പേടിയുണ്ട്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ എവിടെ എത്തിച്ചേരും, എങ്ങനെ എത്തിച്ചേരും? സഭകൾ, സമൂഹങ്ങൾ അതൊക്കെ എങ്ങനെ എത്തിച്ചേരുമെന്ന് നമ്മൾ ഭയക്കുന്നുണ്ട്. പക്ഷേ ഓർത്തോണം, സ്വർഗത്തിലെ നീരുറവകൾക്ക് ക്ഷാമമില്ലാതിരിക്കുന്നിടത്തോളം കാലം, ആ വിശുദ്ധാന്തർ മന്ദിരം നമ്മുടെ നേരെ അടയ്ക്കാത്തിടത്തോളം കാലം ഭൗതികമായ അതിൻ്റെ പ്രതീകങ്ങളായ മന്ദിരങ്ങളും അങ്ങനെ തന്നെ നിൽക്കും. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ആ വലിയ ദർശനത്തിൽ അലങ്കരിച്ചൊരുക്കിയിരിക്കുന്ന സ്വർഗീയ യെരൂശലേമിനെ കാണുന്നു. അവിടെയുള്ള കോട്ടകൊത്തളങ്ങളെക്കുറിച്ച് കാണുന്നു, അടിസ്ഥാനങ്ങളെക്കുറിച്ച് കാണുന്നു, ഗോപുരങ്ങളെക്കുറിച്ച് കാണുന്നു, അവിടെ പതിച്ചിരിക്കുന്ന രത്നങ്ങളെക്കുറിച്ച് കാണുന്നു. പുത്തൻ യെരൂശലേം പട്ടണത്തിലെ വാസത്തെക്കുറിച്ച് പറയുന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെയൊക്കെ പ്രതീകമായ നമ്മുടെ ആലയങ്ങൾ ശക്തമായിട്ട് വരട്ടെ. ഓരോ പ്രദേശത്തുള്ള ആലയങ്ങളും സമൂഹത്തിനൊരു അനുഭവമായി മാറട്ടെ. അവിടെ കച്ചവട തന്ത്രങ്ങളല്ല, ഭിന്നതകളല്ല, അടച്ചിടലല്ല വേണ്ടത്. ആ ദേവാലയങ്ങളൊക്കെ തുറന്നിടണം, എല്ലാ ദിവസവും തുറക്കണം. അവിടെ മണിനാദങ്ങൾ ഉയരണം. കാരണം സാധാരണക്കാരനായ ഒരു വിശ്വാസി ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം നിമിത്തം ദൈവത്തിൻ്റെ കൃപ അവനെ പിന്തുണയ്ക്കുന്നുണ്ട്, തള്ളിവിടുന്നുണ്ട്. ആലയത്തിലേക്ക് നീ പോകണം. അവൻ ഓടി വരുമ്പോൾ അടഞ്ഞ വാതിലുകളല്ല കാണേണ്ടത്, കച്ചവടക്കാരുടെ മാർഗമായി കിടക്കുന്ന ആലയങ്ങളല്ല കാണേണ്ടത്, ഭിന്നതകളുടെ ആലയങ്ങളല്ല കാണേണ്ടത്. ദൈവം വസിക്കുന്ന ആലയങ്ങളാക്കി അതിനെ മാറ്റണം. നാമും അതിലൂടെ ആ ആലയങ്ങളെ കണ്ടുകൊണ്ട് ഓരോ വിശ്വാസി കടന്നു വരുമ്പോഴും അതാ ആ വിശുദ്ധാന്തർ മന്ദിരത്തിൻ്റെ പ്രഭയോടുകൂടി അവൻ ഇറങ്ങി വരുന്നതായി സമൂഹവും കാണണം. വീണ്ടും കാണുന്നു, നമ്മൾ വായിക്കുകയാണ്, ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് സാക്ഷിക്കുകയാണ് അവൻ്റെ വാക്കിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ, എൻ്റെ മുൻപിൽ നിൻ്റെ വഴിയെ നിരപ്പാക്കണമേ. അതേ പ്രിയമുള്ളവരെ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്നെ നടത്താൻ എനിക്കൊരു നീതിമാർഗം ഉപദേശിക്കാനില്ല, നീതിയുടെ ആലോചനയില്ല. ഞാൻ നീതിമാനുമല്ല, നീതി അറിയുന്നവനുമല്ല, നീതിയുടെ വക്താവുമല്ല. എങ്കിലും എനിക്ക് നടക്കാനുള്ള ഒരു വഴിത്താര നിന്റെ നീതിയാൽ ഉണ്ടാകണം. ദൈവം നീതിമാനാകിയാൽ നമ്മുടെ നീതി സ്ഥിരമായിരിക്കും. ദൈവത്തിൻ്റെ നീതിയുടെ വഴിത്താര അത് ശ്രേഷ്ഠമേറിയതാണ്. ഇതൊക്കെ എത്ര ഹൃദ്യമായിട്ടാണ് ദാവീദ് പാടിയേക്കുന്നതെന്ന് ഓർത്തോണം. ദൈവമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ നടത്തണമേ. അതെ, നമ്മുടെ പാതകളെ തെറ്റിക്കുന്ന ശത്രുക്കളുണ്ട്. അത് മാംസരക്തങ്ങൾ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ശത്രുക്കൾ മാത്രമല്ല, വാഴ്ചകളും അധികാരങ്ങളും മാത്രമല്ല, നമ്മളറിയാത്ത ചില ശത്രുക്കളുമുണ്ട്. സാത്താന്യ പ്രേരണകളുണ്ട്, ദുരാത്മാവിൻ്റെ സ്വാധീനങ്ങളുണ്ട്. നമ്മൾ തന്നെ ഉയർത്തുന്ന അഹങ്കാരങ്ങളും സ്വാർത്ഥതകളും ഒക്കെ നമ്മുടെ ശത്രുക്കളാണ്. നമ്മൾ എന്തിനോടൊക്കെ പോരാടുന്നുവോ, എന്തിനോട് ചിലപ്പോൾ വിധേയപ്പെട്ടു പോരുന്നുവോ,
ദൈവത്തിന് വിരുദ്ധമായി നിങ്ങളും ഞാനും അനുഷ്ഠിക്കുന്ന ഓരോ വഴിത്താരകളും നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് പറയുകയാണ്, ദൈവമേ, മാനുഷികമായിട്ടുള്ള ശത്രുക്കൾ, ആത്മീക ഭാവത്തിൽ നമുക്കുള്ള ശത്രുക്കൾ, ഇവരൊക്കെ നിമിത്തം നിൻ്റെ നീതിയിൽ നടത്തണം എന്ന് വെച്ചാൽ അവരുടെ മുൻപിൽ അപഹാസപ്പെട്ടു പോകാനിടയാകരുത്. ഇനിയും ശത്രുക്കളായ ഭൗതിക വ്യക്തിത്വങ്ങളെക്കുറിച്ച് ദാവീദ് പറയുന്നത്, വായിൽ നേരില്ലാത്തവർ, അന്തരംഗം നാശകൂപമായവർ, തൊണ്ട തുറന്ന ശവക്കുഴിയായവർ, നാവുകൊണ്ട് മധുരവാക്ക് പറയുന്നവർ. ചിലരെക്കുറിച്ച് പറയത്തില്ലയോ, കുറ്റം പറയാനും ഭക്ഷണം കഴിക്കാനുമല്ലാതെ വാ പൊളിക്കത്തില്ല ചിലരെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഇവിടെ ദാവീദ് അത്രമാത്രം തൻ്റെ അനുഭവത്തിലൂടെയാണ് ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. നേരില്ലാത്ത വാക്കുകൾ പറയുന്നവർ, കള്ളം മാത്രം പറയുന്നവർ. അന്തരംഗം എന്ന് പറയുന്നത് നാശത്തിൻ്റെ കൂപം എന്ന് വെച്ചാൽ ദുരാലോചനകളുടെ കൂടാരം, അശുദ്ധിയുടെ കൂടാരം, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതം പോലെ ആസക്തികൾ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ നാശകൂപം. തൊണ്ടയെക്കുറിച്ച് പറയുന്നത് തുറന്ന ശവക്കുഴിയാകുന്നു എന്നാണ്. അപ്പം ശവക്കുഴിയുടെ പ്രത്യേകത, ശവക്കുഴിയിൽ അന്ധകാരമുണ്ട്, പ്രത്യാശയില്ലാത്ത അനുഭവം, അസ്ഥികൂടങ്ങളൊക്കെ ഉള്ളത്, ജീർണിച്ചു തുടങ്ങിയ അസ്ഥികൂടമുള്ള ദുർഗന്ധം വരുന്ന ശവക്കുഴി. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും തൊണ്ട തുറന്ന ശവക്കുഴിയാണോ? വാ തുറന്നാൽ മ്ലേച്ഛതകളെ വരത്തുള്ളൂ, തെറി വാക്കുകളെ വരത്തുള്ളൂ. ദാവീദ് അന്ന് പറഞ്ഞെന്ന് പറഞ്ഞോട് നമ്മൾ വെറുതെ വിടണ്ട. ഇന്ന് നമ്മളൊക്കെ ഈ രീതിയിലാണോ എന്ന് ചിന്തിച്ചാൽ മതി. വായിൽ നേരില്ലാതെ കള്ളം മാത്രം പറയുന്നു, അല്ലെങ്കിൽ അന്തരംഗം എന്ന് പറയുന്നത് അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ദുരാലോചന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തുറന്ന ശവക്കുഴിയുടെ രീതിയിലുള്ള നെഗറ്റീവ് എക്സ്പ്രഷനിസം മാത്രം വരുന്നു. നമ്മൾ ഓർത്തോണം, നമ്മൾ വാ തുറന്നാൽ ആരെക്കുറിച്ചും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ, നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജീർണ വാക്കുകൾ മാത്രം പറഞ്ഞാൽ, കുറ്റങ്ങൾ മാത്രം പറഞ്ഞാൽ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞെളിഞ്ഞിരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ചു പോകുന്നത്. തുറന്ന ശവക്കുഴി. ആരെയും, ജീവിച്ചിരിക്കുന്നവരെ കുഴിമാടങ്ങളിലേക്ക് ആക്കുവാൻ തക്കവണ്ണം ഭൗതികമായി പ്രേരണ ചെലുത്തുന്ന ചില ശവക്കുഴികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, വിമർശനങ്ങളൊക്കെ നല്ലതാണ്, വിമർശിക്കാം. പക്ഷേ തുറന്ന ശവക്കുഴിയിൽ നിന്നുള്ള വിമർശനം പോലെ ചിലരുടെ തൊണ്ട വരുന്നത്. നീ നല്ലവനായിട്ട് നീ വിമർശിച്ചാൽ കുഴപ്പമില്ല, ഒരല്പസ്വല്പം നന്മ ചെയ്തിട്ട് വിമർശിച്ചാൽ കുഴപ്പമില്ല. നന്മ ചെയ്യുന്നവരെ വിമർശിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. രാഷ്ട്രീയത്തിൽ നന്മ ചെയ്യുന്നവരില്ലേ? ഉണ്ട്. സാമൂഹ്യ മേഖലയിൽ നന്മ ചെയ്യുന്നവരില്ലേ? ഉണ്ട്. ആത്മീക മേഖലയിൽ, മതമേഖലകളിൽ, നാനാജാതി മതസ്ഥരുടെ ഇടയിൽ എത്രയോ നന്മ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ആ നന്മ ചെയ്യുന്നവരുടെ മണ്ടയ്ക്കത്തേക്ക് ചെളി വാരി എറിഞ്ഞ് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗം ഇന്ന് വളർന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം, ബുദ്ധിയുള്ളവരാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ തൊണ്ട തുറന്ന ശവക്കുഴിയാക്കല്ലേ. കാരണം തുറന്ന ശവക്കുഴി എന്ന് പറയുമ്പോഴത്തേക്ക് ദുർഗന്ധം വരുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു, അശുദ്ധിയും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. ഇതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം എൻ്റെ അധരങ്ങൾക്കുണ്ടാകണം. എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ പറയാൻ തക്കവണ്ണം സംഗതിയാക്കണം. ഈ ശവക്കുഴി ഒന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്, ശവക്കുഴി ഒന്ന് മൂടേണ്ടതായിട്ടുണ്ട്. ദുർഗന്ധം വമിക്കുന്ന അനുഭവത്തിൽ നിന്ന് സുഗന്ധം വരണം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന ശവക്കുഴിയിൽ നിന്ന് പോലും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന, അതായത് ജീർണിക്കുന്നില്ല, അതായത് മൃതരായവർ ജീർണിക്കുന്നില്ല എന്നുള്ളതാണ് ആത്മീക വിശ്വാസം. ഭൗതികമായ ജീർണതകളൊക്കെ ഉണ്ടാകും, പക്ഷേ അവർ പോലും ഉദ്ധാനം ചെയ്യും എന്ന് വെച്ചാൽ അത് ശവക്കുഴിയല്ല, പുനരുദ്ധാനം വരെ കാത്തിരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു കാലമാണ്, ഒരു സമയമാണ്. ആ സമയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഞാനും ഒക്കെ കാത്തിരിക്കേണ്ടത്, പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടത്. ഇവിടെ വീണ്ടും പറയുന്നു, നാവ് കൊണ്ട് മധുരവാക്ക് പറയുന്നു. നാവ് കൊണ്ട് മധുരവാക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സുഖിപ്പിക്കാനും തൃപ്തിപ്പെടുത്തുവാനും ചിലർക്കൊക്കെ സാധിക്കുമെന്ന് നമുക്കറിയാം. മധുരവാക്കേ ഉള്ളൂ പ്രിയമുള്ളവരെ, മധുര സാക്ഷ്യമില്ല. മധുരിക്കുന്ന സാക്ഷ്യം, മധുരിക്കുന്ന ദർശനങ്ങൾ, മധുരമുണ്ടാക്കുന്ന ആലോചനകൾ, ഇതൊക്കെ വേണം. അപ്പോൾ ഓർത്തോണം, ഒറ്റ കാര്യം ശരിയായാൽ മതി, സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കിൻ്റെ പൂർണ്ണത വരും. മധുരമുള്ള വാക്കും മധുരമുള്ള ജീവിതവും മധുരമുള്ള സാക്ഷ്യവും മധുരമുള്ള ദർശനങ്ങളും നമ്മൾക്കുണ്ടാകണം.
എന്നിട്ട് വീണ്ടും പറയുകയാണ്, സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ മനോഭാവം എന്താണെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും പറയുകയാണ്, ഭക്തൻ അങ്ങോട്ട് പറയുകയാണ്, ദൈവമേ അവരെ കുറ്റം വിധിക്കണം, ആലോചനകളിൽ അവർ വീണു പോകണം, അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണം, അവർ നിന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് ഒരു മാനുഷികമായ നിലവിളിയാണ്. എന്ന് വെച്ചാൽ അവർ നശിച്ചു പോകണമെന്നോ അവരില്ലായ്മയാകണമെന്നോ ഒന്നുമല്ല. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ പോലും അവരെ കുറ്റം വിധിക്കരുതേ, അവരുടെ ആലോചനകളിൽ അവർ പിടിപെടാതിരിക്കട്ടെ, അകൃത്യങ്ങളുടെ ബാഹുല്യ നിമിത്തം ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കണം, പാപങ്ങളുടെ ബാഹുല്യത്തിൽ നിന്ന് വിടുതൽ നൽകണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ അറിയാതെ ചിലതൊക്കെ പറഞ്ഞു പോകും. ഇവിടെ ദാവീദ് പറഞ്ഞതുപോലെ, കാരണം ദൈവത്തിൻ്റെ ശത്രുക്കൾ നമ്മുടെയും ശത്രുക്കളാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നമ്മൾ നേരിടുന്ന ചിലരെയൊക്കെ കാണുമ്പോൾ, ദൈവമേ ഇവരെ അങ്ങ് നശിപ്പിച്ച് കളയണമേ എന്നറിയാതെ പറഞ്ഞു പോകും. അതെന്ന് വെച്ചാൽ ഒരു മാനുഷികമായ അനുഭവമാണ്. എങ്കിലും ദാവീദ് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പശ്ചാത്താപത്തോടെ പറയുകയാണ്, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാം സന്തോഷിക്കും, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. നിന്നിൽ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ ആനന്ദിച്ചാർക്കും, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കും. സന്തോഷം, ആനന്ദം, ഉല്ലാസം, അതായത് ദൈവത്തിൽ ശരണപ്പെടുന്ന, ദൈവത്തോട് ചേരുന്നവർക്കുണ്ടാകുന്ന 3 അനുഭവങ്ങളാണ്. അവർക്ക് സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും, ഉല്ലാസമുണ്ടാകും. ഇതൊരു രീതിയിൽ പറഞ്ഞാൽ ഒരേ അർത്ഥത്തിലുള്ള 3 വാക്കുകളാണ്. ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ, സന്തോഷമെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഹാപ്പിനെസ് മാത്രമല്ല. അതിനൊരു ശരണം പ്രാപിക്കുന്നവർക്കെല്ലാവർക്കും ഒരു സുരക്ഷിതത്വം ഉണ്ടാകും. വെറും ഒരു ചിയർഫുൾ മൂഡ് എന്നുള്ള രീതിയിലല്ല ഹാപ്പിനെസ്സിനെ അവിടെ കാണുന്നത്. ഒരു ഗുരുത്വത്തിൻ്റെ അനുഭവം. നിന്നിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കും, സന്തോഷത്തിൻ്റെ ഭൗതികമായ അനുഭവങ്ങളുണ്ടാകും, ബേസിക്കായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടാകും. വീണ്ടും പറയുന്നു, നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ ആനന്ദിച്ചാർക്കും. അപ്പോൾ സന്തോഷവും ആനന്ദവും അല്പം കൂടി വ്യത്യാസമുണ്ട്, ആ വാക്കുകളിൽ വ്യത്യാസമുണ്ട്. സന്തോഷത്തിൻ്റെ പരിണത ഫലമാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്ന ഒരു ജീവിതചര്യയാണ്. ആനന്ദം എന്ന് പറയുന്നത് ഒരു ദർശനമാണ്. ആനന്ദം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. എന്ന് വെച്ചാൽ അത് ഇപ്പം നമുക്ക് ഭൗതികമായിട്ടൊരു കാര്യം കാണുമ്പോൾ സന്തോഷമുണ്ടാകും, പെട്ടെന്നൊരു സന്തോഷം. പക്ഷേ അതെപ്പോഴും നിലനിൽക്കണമെന്നില്ല. സന്തോഷം അത് സ്ഥിരമായിട്ടുണ്ടാകണം. ആനന്ദം എന്ന് പറയുന്നത് ആ സന്തോഷത്തിൻ്റെ വഴുത്താലിൽ സ്ഥിരമായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് ആനന്ദം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി കേശോ മഹാരാജ സന്നിധിയിൽ. ദൈവത്തിൽ ശരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുന്നവർക്ക് ആനന്ദമുണ്ടാകും. വീണ്ടും പറയുന്നു, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കും. ശരണം പ്രാപിക്കുന്നവർക്ക് സന്തോഷം, അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർക്ക് ആനന്ദം. എന്ന് വെച്ചാൽ സന്തോഷം വന്നു, ശരണം പ്രാപിച്ചു, അവർക്ക് സന്തോഷം കിട്ടി, സന്തോഷത്തിൻ്റെ വഴുത്താര തുറന്നു കിട്ടി. അവൻ്റെ കൂടെ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അതിൻ്റെ തുടർച്ചയായ ആനന്ദ അനുഭവം അവർക്ക് വന്നു. അതുകൊണ്ട് തീരുന്നില്ല. അതിലൂടെ ആ സന്തോഷത്തിലും ആനന്ദത്തിലും ദൈവത്തെ സ്നേഹിച്ച് മതിമറക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പം ശരണം പ്രാപിക്കുക മാത്രമല്ല, അവനെ സ്നേഹിക്കുന്നവനാണ് ഉല്ലാസമുണ്ടാകുന്നത്. സങ്കീർത്തനം പ്രത്യേകിച്ച് നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവത്തെ ശരണപ്പെടുന്നവർക്കുണ്ടാകുന്ന സന്തോഷം വളർന്ന് ആനന്ദമായി അവനെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരികയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, തൊണ്ട തുറന്ന ശവക്കുഴിയായവർ, വായിൽ നേരില്ലാത്തവർ, അന്തരംഗം നാശകൂപമായവർ, നാവുകൊണ്ട് മാത്രം മധുരവാക്ക് പറയുന്നവർ, ഭൗതികമായിട്ട് അവർക്കൊക്കെ എന്തൊക്കെയോ സന്തോഷം അതിൽ കൂടെ കിട്ടുന്നുണ്ട്. അതായത് ഫിസിക്കൽ ജോയ് അത് കിട്ടുന്നുണ്ട്. ചിലരെ കുറ്റം പറയുന്നു, ചിലരെ നിന്ദിക്കുന്നു, ചിലരെ ദുഷിക്കുന്നു, ചിലരെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ചില സന്തോഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഭൗതിക സന്തോഷം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങനെയുള്ളവരെ നിന്നെ ശരണപ്പെടുന്നവരാക്കണം. അവർക്കതുകൊണ്ട് യഥാർത്ഥമായ സന്തോഷം കിട്ടട്ടെ. ഈ ഭൗതികമായിട്ട് മാത്രം പോരായല്ലോ, ശാപത്തിൻ്റെ സന്തോഷം പോരാ, അനുഗ്രഹത്തിൻ്റെ സന്തോഷം കിട്ടണം. അവർ നിന്നെ സ്നേഹിക്കുന്നവരുമായി തീരണം, അവരോട് നിന്നെ സ്നേഹിക്കുന്നവരായി തീരണം. ദൈവമേ, അങ്ങനെയുള്ളവർ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഉല്ലാസത്തിനും അങ്ങനെയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ.
നാവ് തുറന്ന ശവക്കുഴിയായവർ നിന്റെ സാക്ഷ്യം പറയാനിടയായി തീരട്ടെ. അന്തരംഗം നാശകൂപമായവർ നിന്നെക്കുറിച്ച് ധ്യാനിക്കുവാനിടയാകട്ടെ. എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അന്തരംഗം നാശകൂപമായിട്ടുണ്ടെങ്കിൽ, തൊണ്ട തുറന്ന ശവക്കുഴിയായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ സന്തോഷവും ആനന്ദവും ഉല്ലാസവും പ്രാപിക്കുവാൻ ഇടയായിത്തീരണം. കാരണം നീതിമാനെ സ്നേഹിക്കുന്ന ദൈവം പരിച കൊണ്ടെന്ന പോലെ അവനെ മറയ്ക്കും. സങ്കീർത്തനക്കാരൻ 6-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നീതിമാനെ നീ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് നീ മറയ്ക്കും. അതെ, ലോകത്തിൻ്റെ മറവൊന്നും വേണ്ട. സമ്പത്തിൻ്റെ മറവോ ബുദ്ധിയുടെ മറവോ ആലോചനയുടെ മറവോ വേണ്ട. ദൈവമേ, നിൻ്റെ ദയ കൊണ്ട് മറയ്ക്കണം. നീതിമാനെ നിൻ്റെ ദയ കൊണ്ട് മറയ്ക്കണം. ദൈവത്തിൻ്റെ ദയയിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ ദയ ലോകത്തിന് പ്രാവർത്തികമാക്കി കൊടുക്കുവാൻ, സംവേദിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി ഞങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.